നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 89. അറിവിലിരുന്ന സദസ്തിയെന്ന സംഖ്യം പുരിയിളകി ഭുവനം സ്ഫുരിക്കയാലേ അറിവിനെ വിട്ടൊരു വസ്തുവന്യമില്ലെന്ന് അറിയണമീ അറിവൈകരൂപ്യമേകും. സുനിശ്ചിതമായ അറിവ് ലഭിക്കുന്നതിനായി ശാസ്ത്രജ്ഞന്മാർ അവരുടെ നിരീക്ഷണശാലകളിൽ പരീക്ഷണം നടത്താറുണ്ട്. ഒരു തത്വത്തെ ആദ്യം അഭ്യൂഹം ചെയ്യുന്നു. അതിൻ്റെ സാധ്യതയെ കാര്യകാരണ രൂപത്തിൽ മറ്റു തത്വങ്ങളോട് ബന്ധപ്പെടുത്തി പല മാതിരി പരീക്ഷണങ്ങൾ കൊണ്ട് സത്യശോധനം ചെയ്തു നോക്കുന്നു. അഭ്യൂഹം സത്യമെന്ന് തെളിയുന്നതുവരെ അതൊരു അഭ്യൂഹം മാത്രമാണ്. വേദാന്തത്തിൽ അഭ്യൂഹത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നത് ശാസ്ത്രവാക്യമോ ഗുരുവാക്യമോ ആയ ശ്രുതിയാണ്. വേദാന്ത വിദ്യാർത്ഥി ഗുരുവാക്യത്തെ പരീക്ഷിക്കുകയല്ല ചെയ്യുന്നത്, അനുഭവം കൊണ്ട് സാക്ഷാത്കരിക്കുകയാണ്. അനുഭവമാകുന്നതുവരെ അത് ശ്രുതി മാത്രമാണ്. പരീക്ഷണത്തിനു പകരം ഗുരുവും ശാസ്ത്രവും അധ്യേതാവിന് കൊടുക്കുന്നത് മനനത്തിന് പറ്റിയതായ ഉപമയാണ്. ശാസ്ത്രജ്ഞനും വേദാന്തിയും അഭ്യൂഹത്തെ യുക്തിസഹമാക്കി അനുഭവമാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് പരീക്ഷണവും ഉപമയും തമ്മിൽ വ്യത്യാസമില്ല. രണ്ടിൻ്റെയും ഉദ്ദേശ്യം ഉപമേയത്തിൻ്റെ ലക്ഷണങ്ങൾ തീരുമാനിക്കുകയും ഓരോ ലക്ഷണത്തിൻ്റെയും വ്യാപ്തി എത്ര ഉണ്ടെന്ന് തീരുമാനിക്കുകയുമാണ്. അറിവിൽ നിന്നും ഇളകി പറന്നുകൊണ്ടിരിക്കുന്ന തീപ്പൊരികൾ പോലെയാണ് ഈ പ്രപഞ്ചം എന്ന് നാരായണ ഗുരു പറയുന്നു. ഓരോ പൊരിക്കും ഉത്ഭവമുണ്ട്, സ്ഥിതിയുണ്ട്, നാശവുമുണ്ട്. അതുണ്ടായി അവസാനം ചാമ്പലാകുന്നതുവരെ നിൽക്കാതെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. നാം എല്ലാം ഈ പൊരികൾ പോലെയാണ്. എല്ലാ പൊരികളിലും സമാനമായിരിക്കുന്ന തത്വം അഗ്നിയാണ്. അഗ്നി എങ്ങനെ ഉണ്ടായെന്നോ അതിൻ്റെ വ്യാപ്തി എത്രയെന്നോ പറയുവാൻ പ്രയാസമാണ്. ഭൗതിക ശാസ്ത്രത്തിൽ തെർമോഡൈനാമിക്സ് എന്ന് ഒരു തത്വവിശേഷത്തെപ്പറ്റി പറയുന്നു. അതായത് പരമാണുക്കളുടെ തലത്തിൽ ഈച്ചക്കൂട്ടങ്ങൾ പോലെ അല്ലെങ്കിൽ തീപ്പൊരി പോലെ പാറിപ്പറന്നുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മരേണുക്കൾ ഔഷ്ണമായ ഊർജത്തെ എപ്പോഴും പ്രചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അത്രേ. എൻട്രോപ്പി മുതലായ തത്വത്തെപ്പറ്റി മനസ്സിലാക്കിയാൽ പ്രപഞ്ചത്തിൻ്റെ ആഗ്നേയത കൂടുതൽ വ്യക്തമായി അറിയുവാൻ കഴിയും. ഗുരു ഇവിടെ പറയുന്നത് വാസ്തവത്തിലുള്ള അഗ്നിയെപ്പറ്റിയല്ല, പ്രതീകാത്മകമായ അഗ്നിയെപ്പറ്റിയാണ്. ഉദാഹരണത്തിന് ഈ വരികൾ തന്നെ എടുക്കുക. ഈ വരികൾ വായിക്കുമ്പോൾ കണ്ണ് ഓരോ അക്ഷരത്തെയും നോക്കി നോക്കി പോകുന്നു. ഈ അക്ഷരങ്ങൾ വെറും കരിയുടെ ചെറിയ പൊടികളെ കൊണ്ട് മുദ്രണം ചെയ്തതാണ്. ഓരോ അക്ഷരത്തിൻ്റെയും വളവുകളും ചുനിപ്പുകളും കാണുമ്പോൾ അതെല്ലാം മനസ്സിൽ ശബ്ദത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും പ്രതീതി ഉണ്ടാക്കുന്നു.
അത് ഓരോന്നും ഓരോ തീപ്പൊരിയാണെന്ന് പറയാം. തീപ്പൊരിയിൽ കരിയും തീയും തമ്മിൽ പിരിക്കാനാവാത്ത മാതിരിയാണ് ഇരിക്കുന്നത്. കറുത്തിരുണ്ട കരിയും തേജോമയമായ തീയും വൈരുദ്ധ്യ സ്വഭാവമുള്ളവയാണ്. എന്നാലും അവ പരസ്പര പൂരകങ്ങളാണ്. ഒരു വശത്ത് ഭൗതികത, മറുവശത്ത് അറിവ്. ആധുനിക ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ഗുരു തന്നിരിക്കുന്ന ഈ ഉദാഹരണം പരിശോധിച്ചു നോക്കിയാൽ പല അത്ഭുതകരമായ രഹസ്യങ്ങളും അതിൽ അടങ്ങിയിരിക്കുന്നതായി കാണാം. എല്ലാ ജീവജാലങ്ങളുടെയും ശാരീരികമായ രചന സാധിച്ചിരിക്കുന്നത് കാർബൺ മോളിക്യൂൾ കൊണ്ടാണെന്ന് കാണാം. അവയെ അസിമെട്രിക് കാർബൺസ് എന്ന് വിളിച്ചു പോരുന്നു. അതായത് ഒരു മോളിക്യൂളിൽ മധ്യവർത്തിയായ ഒരു കാർബൺ ആറ്റവും അതിനെ പൊതിഞ്ഞിരിക്കുന്ന 4 തരത്തിലുള്ള ആറ്റങ്ങളും കാണാം. ഇവയെ 4 കൈകൾ എന്ന് പറയുന്നു, ആംസ്. ഈ ഓരോ കൈയിലും നിബദ്ധമായിരിക്കുന്ന അതിശയകരമായ ആകാശങ്ങളുണ്ട്, സ്പേസസ്. അവ പ്രകാശത്തോട് ഒരു പ്രത്യേക തരത്തിലുള്ള പ്രതികരണം കാണിക്കുന്നവയാണ്. അതായത് അവ പ്രകാശത്തെ ഇടത്തേക്കോ വലത്തേക്കോ പ്രതിചലിപ്പിക്കുന്ന സ്വഭാവമുള്ളതാണ്. ഈ അസൗഷ്ഠവം ദിഗാത്മകമല്ല, കാലഗണനയോടു കൂടിയതാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഇന്നോളമുള്ള പരിണാമത്തെപ്പറ്റി പറയുമ്പോൾ ശാസ്ത്രജ്ഞൻ ദിഗന്തങ്ങളിൽ പറന്നു നടക്കുന്ന പൊരികളെ മുഖ്യ വസ്തുവായി എണ്ണിപ്പോരുന്നു. അസിമെട്രിക് കാർബൺ. സുപ്രസിദ്ധ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ഷാൻ ഇംഷാ റോൺ പറയുന്നു, I do not hesitate to affirm my conviction that asymmetric carbon constitutes the first step of matter toward living organisms, the missing link between the inanimate and the animate. ജീവരൂപങ്ങളുടെയും ജഡപദാർത്ഥങ്ങളുടെയും ഇടയിലുള്ള അജ്ഞാതമായ കണ്ണിയെന്ന് വിശേഷിപ്പിക്കാവുന്ന അസിമെട്രിക് കാർബൺ ആണ് പദാർത്ഥങ്ങളുടെ ജാഡ്യതയിൽ നിന്നും ചേതനയിലേക്കുള്ള ഒന്നാമത്തെ ചുവടുവയ്പ് സാധ്യമാക്കിയത് എന്ന് പറയുവാൻ ഞാൻ അശേഷം മടിക്കുന്നില്ല. പൊരിയെ ഒരു പ്രതീകമായി എടുക്കുമ്പോൾ അതിൽ ശ്രദ്ധേയമായി വരുന്ന 2 ലക്ഷണങ്ങൾ അതിലെ കരിയും വെളിച്ചവുമാണ്. കരി ഭൗതിക സത്തയെ പ്രതിനിധാനം ചെയ്യുന്നു. അത് സ്വയമേ പ്രകാശിക്കുന്നില്ല, ഒന്നിനെയും പ്രകാശിപ്പിക്കുന്നുമില്ല. തീ വെളിച്ചത്തെ, അതായത് അറിവിനെ ഉദാഹരിക്കുന്നു. തീ സ്വയമേ പ്രകാശിക്കുകയും മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ആത്മാവിൻ്റെ ലക്ഷണം ഇരുളിലിരുന്ന് അറിയുന്നതാണെന്ന് നേരത്തെ പറയുകയുണ്ടായല്ലോ. പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ആഗ്നേയ ശക്തിയുടെ ഒരു ചെറിയ സ്ഫുരണം മാത്രമാണ് ഒരു തീപ്പൊരിയിൽ കാണുന്നത്. അത് കാലാന്തരത്തിൽ പൊലിഞ്ഞു പോവുകയും ചെയ്യുന്നു. അതുപോലെ നമ്മിലിരിക്കുന്ന ബോധവും യഥാതഥമായി നോക്കുമ്പോൾ അല്പകാലം മാത്രം നിലനിന്നിട്ട് നിശ്ചേതനമായി തീരുന്നതാണ്. സമാനത കൊണ്ട് പൊരിയിലിരിക്കുന്ന അഗ്നിയും പ്രപഞ്ചത്തിൽ ആകവെ വ്യാപിച്ചിരിക്കുന്ന ഉഷ്ണവും ഒന്നായിരിക്കുന്നത് പോലെ
വ്യഷ്ടിയിൽ കാണപ്പെടുന്ന അറിവും കാലാതീതമായി എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന അറിവും ഒന്നു തന്നെയാണ്. അറിവിനെ വിട്ടൊരു വസ്തുവും ഒരു നിമിഷം പോലും അറിയപ്പെടുന്നില്ല എന്ന സത്യം കണക്കിലെടുക്കുമ്പോൾ വ്യഷ്ടിഗതമായ മനസ്സിൻ്റെ അല്പത്വം അഖണ്ഡമായ അറിവിൻ്റെ അസ്ഥിതയെ ഒരിക്കലും ബാധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കാം. അറിവിൻ്റെ ഓരോ കണികയിലും സത്തും അസത്തും സമ്മിളിതമായി വരുന്നു. നിത്യതയും അനിത്യതയും ഒന്നിനോടൊന്ന് ഇണങ്ങി നിൽക്കുന്നു. ഓരോ പൊരിക്കും വ്യക്തിത്വമുള്ളതുപോലെ ഓരോ മനുഷ്യനും പ്രത്യേകമായ ഉണ്മയുണ്ട്. ഓരോ ഗോളത്തിനും ഓരോ നക്ഷത്രമണ്ഡലത്തിനും പ്രത്യേകമായ ഉണ്മയുണ്ട്. അതെല്ലാം സാപേക്ഷികമായ ഉണ്മയിൽപ്പെടുന്നു. അതെല്ലാം അനിത്യതയിൽ പ്രകാശിക്കുന്ന നിത്യതയുടെ സ്ഫുലിംഗങ്ങളാണ്. ഇതിനെല്ലാം ഇടം നൽകുന്ന നിരപേക്ഷമായ അറിവ് പ്രമേയമല്ലെങ്കിലും ആ അറിവാണ് നമ്മുടെ പ്രഭവവും പ്രളയവുമായിരിക്കുന്നത്. അതിനെ സ്വസ്വരൂപമായി അനുസന്ധാനം ചെയ്യണമെന്ന് ശങ്കരാചാര്യർ ഉപദേശിക്കുന്നു. ഒരാളുടെ സ്വസ്വരൂപം സച്ചിദാനന്ദമാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുകയും ചെയ്യുന്നു. ഭക്തി വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ശ്രീരാമാനുജൻ സ്വരൂപാനന്ദത്തെ പ്രത്യേകമായി എടുത്തു പറയുന്നു. മാധ്വാചാര്യർ കുറെ കൂടി മുമ്പോട്ടു പോയി സ്വരൂപാനന്ദ താരതമ്യത്തെ ശ്രദ്ധിക്കണം എന്ന് നിർദ്ദേശിക്കുന്നു. അറിവ് ചീന്തിപ്പൊരിയാകുന്നത് ഗുരു അവിടുത്തെ അറിവ് എന്ന കൃതിയിൽ വിവരിച്ചിരിക്കുന്നു. 12 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കുക. ആദ്യമായി ഗുരു അറിവിനെ രണ്ടായി തിരിക്കുന്നു: അറിവും അറിയപ്പെടുന്നതും. അറിയപ്പെടുന്നതെടുത്താൽ ഓരോ ഇന്ദ്രിയത്തിൻ്റെയും ധർമ്മമനുസരിച്ച് അത് 5 വിധത്തിൽ പിരിഞ്ഞു നിൽക്കുന്നു. അറിവിനെ എടുത്താൽ അതിലും ഉൾപ്പിരിവുണ്ട്: മനസ്സും അഹങ്കാരവും ബുദ്ധിയും. ഇതിൽ ഓരോന്നിനെയും ഒരു പൊരിയായി സങ്കല്പിക്കുക. മനസ്സ് എണ്ണമറ്റ സന്ദേഹങ്ങളുടെ പൊരികൾ ഉയർത്തുന്നു. അഹങ്കാരം തീരാത്ത പ്രിയങ്ങളുടെ പൊരികളായി പെരുകുന്നു. ബുദ്ധി ഒരു തീരുമാനത്തിൽ നിന്നും വേറൊന്നിലേക്ക് പറന്നു പോകുന്നു. കാണുന്ന ഓരോ കാഴ്ചയെയും കേൾക്കുന്ന ഓരോ കേൾവിയെയും ഓരോ പൊരിയായി എടുക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഈ ഭുവനമെല്ലാം അറിവിൽ നിന്ന് സത്തും അസത്തുമായി ചേർന്ന് പ്രകാശിപ്പിക്കുന്ന അനേകം പൊരികളാണെന്ന് പറയാം. ഏകമായ അറിവിൽ അതെല്ലാം അഭേദമായിരിക്കുന്നു.